നാട്ടിലെ കാർന്നോമാരെയും പള്ളിയിലെ മുക്രീനെയും കോമു പോയി കല്യാണം വിളിച്ചാ മതി. പിന്നെ കുടുംബക്കാരെയും അയൽപ്പക്കത്തുള്ള പുന്നാര മക്കളെയും ഞാനും സൂറയും പോയി വിളിച്ചോളാം. പിന്നെ സാനു പന്തലിന്റെ കാര്യം ഈയും ഇന്റെ ചങ്ങാതിമാര് നോക്കിക്കൊള്ളണം. അല്ല സാനു, അനക്കിപ്പോ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? വല്ല ലേലക്കുറിയോ പൈസ ആയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉമ്മ ഇപ്പൊ ഓട്ടം കുറച്ച് കുറവാണ്. എന്നാലും എണ്ണിപ്പറക്കി ഒരു 10-200 രൂപ എന്തായാലും ഉണ്ടാവും. 200 രൂപയായിട്ട് കല്യാണം കഴിക്കാൻ നടക്കണ വൃത്തികെട്ടവൻ കുരിപ്പ്. ലൈനടി കല്യാണം ആയതുകൊണ്ട് 10ന്റെ പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ടച്ച്. ഓരോ തന്തേര് പെൺകുട്ടികളെ കെട്ടിക്കാൻ പെരയും പറമ്പ് സ്വർണ്ണമായിട്ട് പിറകെ നടക്കാണ്. എന്റെ മോളെ കെട്ടിക്കോ എന്റെ മോളെ കെട്ടിക്കോ എന്നും പറഞ്ഞു. ഇനി മലന്ന് കിടന്ന് തൊള്ള വറന്ന് മൂത്രയിച്ചാളാ. അല്ല ഉമ്മ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് കല്യാണം ആലോചിക്കാൻ അവളെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കൂലായിരുന്ന. അയ്യടാ, പോയി കെട്ടി തൂങ്ങി ചാവടാ. ഇനി ഓളെ പേരേന്റെ മുമ്പിൽ പോയി പൊന്നും പണം തരുമോന്ന് ചോദിച്ചു നോക്ക്. അല്ല, എനിക്കൊരു സംശയം, ഈ അറബി ഒന്നും ഇവിടെ കിടക്കും? അറബി ഒന്നും വരാൻ പോണില്ല. അറബിക്കാണെങ്കിൽ ആ നൂർജഹാന്റെ മുംതാസിന്റെ പ്രസവത്തിന്റെ ടെൻഷനില്ല. അപ്പൊ അതിന്റെ താഴെയായിട്ടായിരിക്കല്ലേ നമ്മള് ഷാഹിനെ ഉറപ്പിക്കാൻ നോക്കിയത്. നൂർജഹാനും മുംതാസും അറബിന്റെ കുട്ടികളല്ല, ഒട്ടകങ്ങളാ. മൂപ്പര് ഇപ്പൊ ആ പ്രസവത്തിന്റെ ടെൻഷനില്ല. ഉമ്മ, നമുക്ക് ആദ്യം ആ വീട്ടിൽ പോയി പറഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പാടാ അവിടുന്ന്. ഞാനിവിടെ അല്ല അഞ്ചു മോളെ, നീ എന്താ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണ്? ദേ അറിഞ്ഞില്ലേ, നമ്മുടെ സാനുവിന്റെ കല്യാണം ഉറപ്പിച്ച്. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എനിക്ക് ഷാനുവിന്റെ സ്ഥാനത്ത് ഒരാളെ പകരം ചിന്തിക്കാനാവില്ല. ഇനി നീ എങ്ങാനും എന്നെ ചതിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. ഐ ലവ് യു ഷാനു. ഐ ലവ് യു ടു. എന്താ സാനു നീ ആലോചിച്ച് നിക്കണേ? കല്യാണം വിളിക്കടാ. കല്യാണം വിളിക്കാനാന്ന് പറഞ്ഞ എന്റെ മുറ്റത്ത് കാലിയോട്ടിയല്ലേ നിന്റെ കാലിയാൻ വെട്ടിയെടുക്കും. കുടുംബശ്രീയിലെ പതിക്കാൻ തന്ന പൈസ കെട്ടിട്ടല്ലേ നീ ഗൾഫിൽ പോയത്? നിന്റെ ഈ കാണുന്ന തടിയെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇറങ്ങി പോടി പണ്ടാര ജമീലെ. ആരടി നിന്റെ മരമോന്തയും കണ്ട പെരയിലോട്ട് കല്യാണം വിളിക്കാൻ വരേണ്ടത്? ദേ നിന്റെ മോളുടെ മരമോന്തയും കണ്ട് ഇവിടെ നിന്നതാണ്. കല്യാണം വിളിക്കണ ചക്ക അങ്ങോട്ട്. എടി അഞ്ചോ, അടുത്ത മാസം 9-ാം തീയതി കല്യാണം. നീ വരണം. ദേ കണ്ടുപിടിക്കടി. കല്യാണം വിളിച്ച സന്തോഷത്തിൽ നിന്റെ മോള് കരഞ്ഞോണ്ട് പോയത് കണ്ട. പിന്നെ കല്യാണം വിളിക്കാൻ പറ്റിയ ഒരു സാധനം. ഓടി അവിടുന്ന് അങ്ങോട്ട് നടക്കണ ചക്ക. അവളുടെ ഒരു വെട്ടുകത്തിയായിട്ട് ഒരു ഇറക്കം. നീ എവിടെയായിരുന്നടി ഇത്രയും നേരം? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ എപ്പോ നോക്കിയാലും സ്പെഷ്യൽ ക്ലാസ്. കേറി പോടി അകത്ത്. ഓരോ സ്പെഷ്യൽ ക്ലാസ്. ഉമ്മ, ഞാൻ മോനെയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. ഭക്ഷണം കഴിച്ചാ? കഴിച്ച്. രാത്രി തന്നെ നല്ല മട്ടനും ഇതൊക്കെ ഉണ്ട്. സാനുവിന്റെ കല്യാണം വിളിച്ചപ്പോ ഉസ്താദിന് പെരുത്ത് സന്തോഷമായി കാണൂല്ലേ? ഉസ്താദ് നല്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാറിനായിരുന്നു. നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മണം പിടിച്ചു കിടക്കുന്ന പൂവങ്കോടെ കല്യാണം ഞാൻ നടത്തി തരണടാ. ഊള് പെണ്ണായിരുന്നു എവിടെ പണ്ടാര വളപ്പ് ജമീല. ഓളോട് വന്ന് ഇന്നെ കാണാൻ പറ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിനക്കത് വേണോ വേണ്ടേന്ന്. ഓരോ മരണപ്പണ്ടാരങ്ങൾ കയറി വരുന്നു.